ഹായ് ഓൾ, വെൽക്കം ടു സെനിക്സ് അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് 8ൻ്റെ യൂണിറ്റ് 1 സ്ക്വയേഴ്സ് എന്ന ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സ്ക്വയേഴ്സ്. ഓക്കെ, നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് അല്ലെങ്കിൽ സ്ക്വയേഴ്സ് എന്നുള്ള കാര്യം നമ്മൾ 5th സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. എന്തായിരുന്നു സ്ക്വയർ നമ്പേഴ്സ്? ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സിനാണ് നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് 3 × 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. ആ 9 ഒരു സ്ക്വയർ നമ്പറാണ്. എങ്ങനെയാണ് 9 കിട്ടുന്നത്? 3 × 3 ഒരേപോലെയുള്ള രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് സ്ക്വയർ നമ്പേഴ്സ് കിട്ടിയത്. ഈ 3 × 3 എഴുതുന്നതിന് പകരം നമുക്കതിനെ 3 സ്ക്വയർ അല്ലെങ്കിൽ 3യുടെ പവർ ആയിട്ട് 2 എഴുതുന്ന രീതിയിൽ നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാ നമ്പേഴ്സിനും സ്ക്വയേഴ്സ് എഴുതാം അല്ലേ നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ 1/2ൻ്റെ സ്ക്വയർ എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? 1/2നെ ഒരു 1/2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. 1/2 × 1/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2ൻ്റെ സ്ക്വയർ ആണ് എന്ത്? 1/4 എന്ന് കിട്ടും. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു മക്കളെ? 1 2 3 4 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന നമ്പേഴ്സിനല്ലേ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ്? നമ്മൾ പറഞ്ഞു 1 2 3 4 എക്സെട്ര അങ്ങനെ പോകുന്ന നമ്പേഴ്സിനാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ആ നമ്പേഴ്സിൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടാവും എങ്ങനെയാണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സോ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് പേജ് 11 ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് ആദ്യം അതിലോട്ട് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കാൽക്കുലേറ്റ് ദ സ്ക്വയേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് കണ്ടെത്താനായിരുന്നു ക്വസ്റ്റ്യൻ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ 64 സ്ക്വയർ, 64ൻ്റെ സ്ക്വയർ. ഓക്കെ, 64ൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കാണുന്നത്? 64നെ നമുക്ക് 60 + 4 എന്ന് മാറ്റി എഴുതാം. അതായത് 60 + 4 ഹോൾ സ്ക്വയർ. അതായത് 60 സ്ക്വയർ + 2 × 60 × 4 + 4 സ്ക്വയർ. 60ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3600 പ്ലസ് 2 × 60 × 4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 480 കിട്ടും പ്ലസ് 16. സോ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ ആയിട്ട് എത്ര കിട്ടും? 4096, 4096. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 35ൻ്റെ സ്ക്വയർ. 35ൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് 35നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 30 + 5, 30 + 5 ഹോൾ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അതായത് 30 സ്ക്വയർ + 2 × 30 × 5 + 5 സ്ക്വയർ. 30 സ്ക്വയർ എന്ന് പറയുന്നത് 900 പ്ലസ് 2 × 30 × 5 ചെയ്താൽ നമുക്ക് 300 കിട്ടും പ്ലസ് 25. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 900 + 300 + 25 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1225, 1225 ആയിരിക്കും അതിൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ 47 സ്ക്വയർ. ഓക്കെ, 47നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 40 + 7, അതായത് 40 + 7 ഹോൾ സ്ക്വയർ നമുക്ക് കാണണം. അതായത് ആദ്യം 40 സ്ക്വയർ പ്ലസ് 2 × 40 × 7 പ്ലസ് 7 സ്ക്വയർ. ഓക്കെ, അപ്പോൾ 40 സ്ക്വയർ എന്ന് പറയുന്നത് 1600 പ്ലസ് 2 × 40 × 7 ചെയ്താൽ നമുക്ക് 560 കിട്ടും പ്ലസ് 7 സ്ക്വയർ 49. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താലോ 2209. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ 53 സ്ക്വയർ. 53നെ നമുക്ക് 50 + 3 നമുക്ക് മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ 50 സ്ക്വയർ പ്ലസ് 2 × 50 × 3 പ്ലസ് 3 സ്ക്വയർ. 50 സ്ക്വയർ എന്ന് പറയുന്നത് 2500 പ്ലസ് 2 × 50 × 3 എന്ന് പറയുന്നത് എത്ര കിട്ടും? 300 കിട്ടും. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9. ഓക്കെ, സോ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2809, 2809 ആയിരിക്കും എന്ത്? 53ൻ്റെ സ്ക്വയർ. ഓക്കെ, ആ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 88 സ്ക്വയർ. ഓക്കെ, 88 സ്ക്വയർ കാണാൻ 88നെ നമുക്ക് 80 + 8 ഹോൾ സ്ക്വയർ എന്ന് മാറ്റി എഴുതാം. അതായത് 80 സ്ക്വയർ പ്ലസ് 2 × 80 × 8 പ്ലസ് 8 സ്ക്വയർ. 80 സ്ക്വയർ എന്ന് പറയുന്നത് 6400 പ്ലസ് അത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2 × 80 × 8 ചെയ്താൽ നമുക്ക് 1208 കിട്ടും പ്ലസ് 64.
ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താലോ നമുക്ക് 7744, അതായത് 7744 ആയിരിക്കും എന്ത് 88ൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ കണ്ടു നോർമൽ, അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡെസിമൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എങ്ങനെ കണ്ടെത്താം. അതാണ് നമ്മളിനി അടുത്ത സെക്ഷനിൽ നോക്കാൻ വേണ്ടി പോണേ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് 13 ക്വസ്റ്റ്യൻ നമ്പർ 1. അതിലെ 5 സബ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2.3യുടെ സ്ക്വയർ. ഓക്കെ, 2.3നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2 + 0.3 എന്ന് മാറ്റി എഴുതാം. അതായത് 2 + 0.3 ഹോൾ സ്ക്വയർ നമുക്ക് കാണണം. അതായത് 2² + 2 × 2 × 0.3 + 0.3യുടെ സ്ക്വയർ. അപ്പോൾ 2ൻ്റെ സ്ക്വയർ എത്രയാ? 4. 2 × 2 × 0.3 കാണണം. 2 × 2 × 0.3 എന്ന് പറഞ്ഞാൽ എന്താ? 2 × 2 4, 4 × 3 12. ഓക്കെ, 12 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഒരു നമ്പർ മാറ്റിയിട്ട് പോയിൻ്റ് ഇടുകയും കൂടെ ചെയ്യണം. സോ 1.2. 0.3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 3യുടെ സ്ക്വയർ 9. 2 പോയിൻ്റ് ഉള്ളതുകൊണ്ട് 2 നമ്പർ മാറ്റിയിട്ട് പോയിൻ്റ് ഇടണം. സോ 0.09. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 4 + 1.2 + 0.09. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5.29. ഓക്കെ, സോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 8.7 സ്ക്വയർ. ഓക്കെ, 8.7നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 8 + 0.7. ഓക്കെ, 8 + 0.7 ഹോൾ സ്ക്വയർ ആണ് നമുക്ക് കാണുന്നത്. അതായത് 8² + 2 × 8 × 0.7 + 0.7 സ്ക്വയർ. ഓക്കെ, 8ൻ്റെ സ്ക്വയർ 64. 2 × 8 × 0.7. പോയിൻ്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 112 എന്ന് കിട്ടും. ഓക്കെ, അതിൽ ഒരു നമ്പർ മാറ്റി പോയിൻ്റ് ഇട്ടാൽ നമുക്ക് അതിൻ്റെ ആൻസർ 11.2 എന്ന് കിട്ടും. പ്ലസ് 0.49. സോ നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇത് മൂന്നും തമ്മിൽ ആഡ് ചെയ്യണം. സോ 64 + 11.2 + 0.49. സോ ദ ആൻസർ വിൽ ബി 75.69. 75.69 ആയിരിക്കും എന്ത് 8.7ൻ്റെ സ്ക്വയർ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 10.1 ഹോൾ സ്ക്വയർ എത്രയാണെന്ന് കാണണം. 10.1 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 10 + 0.1. അതായത് 10² + 2 × 10 × 0.1 + 0.1 ഹോൾ സ്ക്വയർ. 10ൻ്റെ സ്ക്വയർ 100. ഓക്കെ, 2 × 10 × 1 ചെയ്താൽ നമുക്ക് 20 കിട്ടും. ഒരു നമ്പർ മാറ്റി പോയിൻ്റ് ഇട്ടാൽ നമുക്ക് 2 എന്ന് കിട്ടും. സോ 0.2 + 0.01. സോ എല്ലാം കൂടെ ആഡ് ചെയ്താൽ 100 + 21. ഓക്കെ, ഫോർത്ത് വൺ 12.5 സ്ക്വയർ. ഓക്കെ, 12.5 സ്ക്വയറിനെ നമുക്ക് 12 + 0.5 എന്ന് മാറ്റി എഴുതാം. അതായത് 12 + 0.5 ഹോൾ സ്ക്വയർ. അതായത് 12² + 2 × 12 × 0.5 + 0.5 സ്ക്വയർ. അതായത് 12ൻ്റെ സ്ക്വയർ 144. 2 × 12 × 0.5 ചെയ്താൽ നമുക്ക് 12 കിട്ടും. പ്ലസ് 0.25. എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 156.25. ഓക്കെ, അതിൽ ലാസ്റ്റ് വൺ 15.7 സ്ക്വയർ. ഓക്കെ, അതായത് 15 + 0.7 ഹോൾ സ്ക്വയർ കാണണം. അതായത് 15² + 2 × 15 × 0.7 + 0.7 സ്ക്വയർ. അതായത് 225 + 21 + 0.49. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 246.49 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പേജ് 14 ക്വസ്റ്റ്യൻ നമ്പർ 1ഉം 2 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, ലുക്ക് അറ്റ് ദീസ് കമ്പ്യൂട്ടേഷൻസ്. അവിടെ നമുക്ക് 1.5ൻ്റെ സ്ക്വയർ തന്നത് കണ്ടുപിടിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. 2.5 സ്ക്വയർ കണ്ടുപിടിച്ച് കാണിച്ചിട്ടുണ്ട്. 3.5 സ്ക്വയർ കണ്ടുപിടിച്ച് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്യാൻ യു കാൽക്കുലേറ്റ് 4.5 സ്ക്വയർ ലൈക്ക് ദിസ്. ആ 4.5ൻ്റെ സ്ക്വയർ ഇതേപോലെ കണക്കാക്കാൻ പറ്റുമോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടേക്ക് സം മോർ നമ്പേഴ്സ് വിത്ത് ഡെസിമൽ പാർട്ട് 0.5 ആൻഡ് കാൽക്കുലേറ്റ് ദെയർ സ്ക്വയേഴ്സ്. വേറെയും ഇതുപോലെ തന്നെ ഡെസിമൽ പാർട്ട് 0.5 വരുന്ന നമ്പേഴ്സ് എടുത്തിട്ട് ഇതേപോലെ സ്ക്വയേഴ്സ് കാണാം. ദെൻ ക്യാൻ യു ഫൈൻഡ് എ സിമ്പിൾ മെത്തേഡ് ടു കാൽക്കുലേറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് സച്ച് മനി. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തെങ്കിലും എളുപ്പവഴികളുണ്ടോ, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് 4.5 സ്ക്വയർ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 4² + 2 × 4 × 0.5
പ്ലസ് 0.5 സ്ക്വയർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 4ൻ്റെ സ്ക്വയർ 16, 2 ഇൻറ്റു 4 ഇൻറ്റു 0.5 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. 0.5ൻ്റെ സ്ക്വയർ 0.25. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 20.25. ഓക്കെ, അപ്പോൾ നമ്മളോട് അടുത്ത വേറൊരു നമ്പർ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു? 5.5 എന്നൊരു നമ്പർ എടുത്തു. അതും ഇതുപോലെ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 ഇൻറ്റു 0.5 പ്ലസ് 0.5 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറയുന്നത് 25, 2 ഇൻറ്റു 5 ഇൻറ്റു 0.5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും പ്ലസ് 0.25. സോ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 30.25. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തെങ്കിലും എളുപ്പവഴി ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും നമുക്ക് വേറൊരു നമ്പേഴ്സ്, ഒരു ആൽഫബറ്റ് എ ഇട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് എങ്ങനെ ഇത് കിട്ടുന്നത് നോക്കിക്കേ. എ പ്ലസ് 0.5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ പ്ലസ് 0.5 എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ എ സ്ക്വയർ പ്ലസ് എ പ്ലസ് 0.5, അതായത് എ എന്നൊരു നമ്പർ എടുത്താൽ എയും നമ്മൾ ആഡ് ചെയ്യണം, എയുടെ സ്ക്വയറും നമ്മൾ ആഡ് ചെയ്യണം, പിന്നെ 0.5 കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇതിനേക്കാളും എളുപ്പമായിട്ടുള്ള വേറൊരു വഴി, ഇപ്പം നമുക്ക് 5.5 സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ, ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? 5 ഇൻറ്റു 6, 5 ആദ്യത്തെ നമ്പർ, 5.5ൽ ഹോൾ നമ്പർ പാർട്ടാണ് 5. ഓക്കെ, 5 കഴിഞ്ഞ് തൊട്ടടുത്തുള്ള നമ്പർ ഏതാ? 6. ഓക്കെ, 5 ഇൻറ്റു 6 ചെയ്യുക. സോ നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും പ്ലസ് എന്ത് ചെയ്യുക? 0.25 കൂടെ ചെയ്യുക. അപ്പോൾ 30 പ്ലസ് 0.25 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 30.25. ഓക്കെ, ഇത് നമുക്ക് ഏത് മെത്തേഡിനും നമുക്ക് ആപ്ലിക്കബിൾ ആണ്. സോ ഇപ്പോൾ 4.5 ആണെങ്കിൽ, നമ്മുടെ ഇവിടെ മുകളിൽ കൊടുത്ത എക്സാമ്പിളിൽ 4.5 ആണെങ്കിൽ എന്താ സംഭവം? ലാസ്റ്റ് എന്തായാലും 0.25 ആയിരിക്കും. അതിന് മുന്നേ ഉള്ള നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അപ്പം നമുക്ക് 4.5 ആണ്. അപ്പം 4 കഴിഞ്ഞുള്ള തൊട്ടടുത്തുള്ള നമ്പർ ഏതാ? സോ 4 ഇൻറ്റു 5 20. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരിക? 20.25. ഇപ്പം നമ്മളോട് 6.5ൻ്റെ സ്ക്വയർ കാണാനാണ് പറഞ്ഞെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. 6 ഇൻറ്റു 7 നമുക്ക് എത്ര കിട്ടും? 6 ഇൻറ്റു 7 42, പിന്നെ ആ 0.25 കൂടെ എഴുതാം. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 42.25. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 2. ലുക്ക് അറ്റ് ദീസ് കമ്പ്യൂട്ടേഷൻസ്. 1.25 square equal to 1 square plus 2 into 1 into 0.25 plus 0.25 square. അതായത് 1 plus 0.5 plus 0.0625. അത് നമുക്ക് ചെയ്താൽ നമുക്ക് 1.5625 നമുക്ക് ആൻസർ കിട്ടും. അതേപോലെ നമുക്ക് 2.25 സ്ക്വയർ, 3.3525 സ്ക്വയർ, 4.25 സ്ക്വയർ തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ, take some more numbers with the decimal part 0.25 and calculate their squares. ഇതേപോലെ ഡെസിമൽ പാർട്ട് 0.25 വരുന്ന 2-3 നമ്പേഴ്സ് കൂടെ എടുക്കുക, എന്നിട്ട് അതിൻ്റെ സ്ക്വയേഴ്സ് കാണാം. ഈസ് ദർ എ ജനറൽ മെത്തേഡ് ടു കമ്പ്യൂട്ട് സച്ച് സ്ക്വയേഴ്സ്? ഇങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തെങ്കിലും ജനറൽ മെത്തേഡ് ഉണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ 2 നമ്പേഴ്സ് ഇട്ടിട്ട് ആദ്യം ചെയ്ത് നോക്കാം. സോ നമുക്ക് എന്ത് കിട്ടും? 5.25 എന്നൊരു നമ്പർ നമ്മൾ എടുത്തു. ഓക്കെ, 5.25ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 ഇൻറ്റു 0.25 പ്ലസ് 0.25 ഹോൾ സ്ക്വയർ. ഓക്കെ, 5 സ്ക്വയർ 25ഉം 2 ഇൻറ്റു 5 ഇൻറ്റു 0.25 ചെയ്താൽ നമുക്ക് 2.5 എന്ന് കിട്ടും പ്ലസ് 0.0625 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? 27.5625 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അതായത് 5.25ൻ്റെ സ്ക്വയർ 25.5625. ഓക്കെ, ദെൻ 6.25 എന്നൊരു നമ്പർ നമ്മൾ എടുത്തു. 6.25ൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടി 6 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 6 ഇൻറ്റു 0.25 പ്ലസ് 0.25 ഹോൾ സ്ക്വയർ. 6ൻ്റെ സ്ക്വയർ 36, 2 ഇൻറ്റു 6 ഇൻറ്റു 0.25 ചെയ്താൽ നമുക്ക് 3 എന്ന് കിട്ടും പ്ലസ് 0.0625. നോക്കിക്കേ, മുകളിലും താഴെ നമ്മൾ 0.0625 നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 36 പ്ലസ് 3 പ്ലസ് 0.0625 നമുക്ക് എത്ര കിട്ടി? 39.0625. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന് നമുക്ക് ജനറലായിട്ട് എങ്ങനെ എഴുതാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന എ പ്ലസ് ആ ഒരു നമ്പറിനെ നമ്മൾ ജനറലായിട്ടുള്ള ഹോൾ നമ്പറിനെ നമ്മൾ എ എന്ന് എടുത്തു,
പ്ലസ് 0.25 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ കാണാം എ സ്ക്വയർ പ്ലസ് 0.5 എങ്ങനെ കിട്ടുക 2 ഇൻറ്റു എ ഇൻറ്റു 0.25 എന്നാൽ ശരിക്കും വരിക 2 ഇൻറ്റു 0.25 ചെയ്ത് നമുക്ക് എത്ര കിട്ടും 0.5 എന്ന് കിട്ടും. അതാണ് നമ്മളവിടെ നേരിട്ട് എഴുതിയേക്കണേ എ സ്ക്വയർ പ്ലസ് 0.5 എ പ്ലസ് 0.0625 നമ്മൾ എക്സാമ്പിൾ ചെയ്തപ്പോൾ ഇതുപോലെ തന്നെയല്ലേ കിട്ടിയത് 0.0625 അതിവിടെ എഴുതുവാണ് നമുക്ക് ചെയ്തത്. ഓക്കെ, ഇനി കണ്ടുപിടിക്കാനുള്ള ജനറൽ വഴി എന്താ ആദ്യം ആ ഹോൾ നമ്പർ പാർട്ടിൻ്റെ സ്ക്വയർ കാണാം, ദെൻ എന്ത് ചെയ്യുക 0.5നെ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക ലാസ്റ്റ് ആദ്യം പിന്നെ 0.0625 കൊണ്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് 6.25ൻ്റെ സ്ക്വയർ ആണെങ്കിൽ ആദ്യം 6 സ്ക്വയർ കണ്ടു, പിന്നെ 6 സ്ക്വയർ എന്ന് പറയുന്നത് 36, പിന്നെ ഉള്ളത് 0.5ൻ്റെ 6 കാണണം 5 × 6 30 30ൽ നിന്ന് ഒരു പോയിൻറ്റും കൂടെ മാറ്റിയാൽ നമുക്ക് ആൻസർ അവിടെ 3 എന്ന് കിട്ടും പ്ലസ് 0.0625. സോ നമുക്ക് എത്ര കിട്ടും 39.0625 നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ യൂണിറ്റ് 1 സ്ക്വയേഴ്സ് എന്ന ചാപ്റ്ററിലെ എല്ലാ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോസ് ഒന്നും കൂടെ പോയി കാണുക, ചെയ്ത് പഠിക്കുക, നന്നായി വർക്കൗട്ട് ചെയ്യുക. എന്നിട്ടും ഡൗട്ട് എന്തെങ്കിലും ഉണ്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക കേട്ടോ. താങ്ക് യു.